ജയനിർമ്മല, മാഡം. ജയനിർമ്മല അല്ലേ? അതെ മാഡം. ജയനിർമ്മല സഹോദരൻ അജയനെയും കുടുംബത്തെയും നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണോ? അതെ മാഡം. നിങ്ങൾ ഒരുമിച്ച് താമസിച്ചതിന് ശേഷം അവരെ മാത്രം എന്തിനാണ് പുറത്താക്കിയത്? അവരുടെ മകൾ മാനസയെ മാത്രം ഒപ്പം നിർത്തിയത് എന്തിനാണ്? കുടുംബപരമായ ചില പ്രശ്നങ്ങൾ കാരണമാണ് മാഡം. തികച്ചും വ്യക്തിപരമായതുകൊണ്ടാ പറയാൻ പറ്റാത്തത്. ഓക്കെ. അജയനും പ്രസീതയും ജയനിർമ്മലയ്ക്കും കുടുംബത്തിനും എതിരെ തന്നിരിക്കുന്ന പരാതി പ്രകാരമാണ് നിങ്ങളെ ഇപ്പൊ വിളിച്ച് മൊഴി രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് നടന്ന കാര്യങ്ങള് വ്യക്തമായിട്ട് പറയണം. പറയാം മാഡം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ പരാതി കേൾക്കാനുമാണ് ഈ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. നമ്മൾ സ്ത്രീകള് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ ശരികൾ പറയാൻ നമ്മൾ സ്ത്രീകളെ ഉള്ളൂ. തെറ്റുകൾ പറയാനും പ്രചരിപ്പിക്കാനും നമുക്ക് ചുറ്റും ഒത്തിരി പേരുണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിനെതിരായി വളരെ ഗൗരവമായ ഒരു ആരോപണമാണ് വന്നിരിക്കുന്നത്. ഒരു സ്ത്രീയെ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്നാണ് നിങ്ങളുടെ സഹോദരൻ തന്നിരിക്കുന്ന പരാതിയിലുള്ളത്. മാഡം, അതൊക്കെ എന്നോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ പറയുന്നതാ മാഡം. നിങ്ങളുടെ മരുമകളായ ഭാവന ഗർഭിണിയാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണോ? അതെ മാഡം. ഭാവനയെ പരിശോധിച്ച ഡോക്ടർ അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ഭാവന ഒരിക്കൽ ഗർഭിണിയായതല്ലേ? അതെ മാഡം. പിന്നെന്തു പറ്റി? അബോർഷനായതാണോ? അതോ എന്തെങ്കിലും അപകടം പറ്റിയതാണോ? ചെറിയൊരു അപകടം പറ്റിയതാ മാഡം. അങ്ങനെ അബോർഷനായത്. അതോടെ ഭാവനയുടെ യൂട്രസിന് കാര്യമായ തകരാറ് സംഭവിച്ചു. അങ്ങനെയാ ഭാവന ഇനിയൊരു അമ്മയാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോ അങ്ങനെ വന്നപ്പോ കുടുംബത്തിന്റെ അനന്തരാവകാശി ഒരു ചോദ്യചിഹ്നമായി അല്ലേ? സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെ കൃത്രിമ ഗർഭധാരണത്തിലൂടെ നേടിയെടുക്കാൻ ഒരു ശ്രമം മുമ്പ് നടത്തിയിരുന്നു അല്ലേ? നടത്തിയിരുന്നു മാഡം. ഓ, പക്ഷേ അതിന് പറ്റിയ ഒരാളെ ഇതുവരെ കിട്ടിയില്ല. ആരെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തന്നെ? ഡോക്ടർ മാഡം. അപ്പോ ആരെയും കിട്ടാതെ വന്നപ്പോ സഹോദരന്റെ മകൾ മാനസയെ അതിന് പ്രേരിപ്പിച്ചു എന്നാണ് നിങ്ങളുടെ ബ്രദർ അജയന്റെയും ഭാര്യയുടെയും പരാതി. ജയനിർമ്മലയാണ് മാനസയെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചതെന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്.